Hey guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ്. ചേച്ചിക്ക് പനിയൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് കുറച്ച് സീനായിട്ടിരിക്കുന്നുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിനും വണ്ടി വന്നതാണ്. അപ്പോഴത്തേക്കിനും നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് യൂറിൻ അത് ഇതൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊരു വ്ളോഗായിട്ട് എടുക്കണം. ബ്ലഡ് മാത്രം ഈ കുഞ്ഞു റോഡിന്റെ സൈഡിൽ കൂടെ വെള്ളത്തിലൂടെ വരെ ഒരു പാമ്പ് ഓടിപ്പോയി. ചേരക്കുഞ്ഞ് എന്തോന്നല്ല കണ്ടിട്ട് കുഞ്ഞൊരു പാമ്പ് സ്വർണ്ണ കളർ. ഗൈസ് നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പം ടിക്കറ്റ് എടുത്തിട്ട് വന്നില്ല. ഡോക്ടർ വരുമ്പോഴത്തേക്കിനും 10 മണിയാക്കും. അപ്പം ഇപ്പം സമയത്ത് മണിയായി. ഇപ്പം 8:39 ആയതേ ഉള്ളൂ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഓരോ കൗണ്ടറിലും കുറവുള്ള രണ്ടാമത്തെ വ്യക്തി ക്യൂവിലുള്ള രണ്ടാമത്തെ വ്യക്തി തയ്യാറായി നിൽക്കുക. ഗൈസ് ഇവിടെ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് നിൽക്കുകയാണ്. ഡോക്ടർ വരുമ്പം ഡോക്ടർ 10 മണിക്കേ വരുള്ളൂ. ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ വന്നു. ഇവിടെ ആരും ഇല്ലാത്തതിൻ്റെ ഷോയാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ് നമ്മൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് നിൽക്കാം. നല്ല വിശക്കുന്നുണ്ടോ ഒന്നും കഴിക്കാണ്ടാണ്. ഗൈസ് രാവിലെ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കുകയോ ചായ വല്ലതും കുടിക്കുകയോ ചെയ്യാം. സ്കൂളിൽ പോകാൻ കൊതിയാവും. ചായ കുടിക്കാൻ വന്നതാണ്. വിശന്നിട്ട് വയ്യാൻ അതൊന്നും കഴിക്കാൻ ഇറങ്ങാണ്. രാവിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റോണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. സോ ചായ കുടിക്കാൻ വെച്ചു. ഹോസ്പിറ്റലിൽ വന്ന ചായ മസ്റ്റാണ്. അതുകൊണ്ടൊന്ന് ചായ കുടിക്കാമെന്ന് വെച്ചു. ചായ അല്ല കോഫി, ബ്രൂ കോഫി കുടിക്കും. അതിൻ്റെ ഒരു പരസ്യമില്ലേ, നിങ്ങൾ വെച്ചാൽ. അപ്പം നമ്മൾ കോഫി കുടിക്കാൻ വന്നതാണ്. ഇത് നല്ല രസമാണ്. ഫോട്ടോ എടുക്കുന്ന ചായയുടെ BP ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് BP ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം BP ഒക്കെ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ BP ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നേഴ്സിനെ കണ്ടിട്ട് നമ്മൾ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് നിന്നു. അപ്പം ടോക്കൺ നമ്പർ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 12ാമത്തെ ടോക്കണായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഡോക്ടറിനെയൊക്കെ കണ്ടു. അങ്ങനെ ഡോക്ടർ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ലാബിൽ പോവാണ്. ബ്ലഡ് ചെക്ക് ചെയ്യണം, കഫവും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കഫമൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? തുപ്പിയിട്ട് കഫ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. ബ്ലഡും ചെക്ക് ചെയ്ത് കഫവും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാൻ പറഞ്ഞു. താമസമുണ്ട്. ഇപ്പോൾ ഏതോ വയ്യാത്തതുകൊണ്ട് ഒരു ആൻറ്റീനെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കയറ്റി. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ചെക്ക് ചെയ്യും. ഇത് ചേച്ചിയുടെ ബ്ലഡ് വയ്ക്കാൻ നോക്കിയപ്പോൾ ആദ്യം ഞരമ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ബ്ലഡ് കുത്തിയിട്ട് ബ്ലഡ് ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ കിടന്ന് പിടിയും വിനിയും കരച്ചു. ഞാൻ ആദ്യമായിട്ട് ചേച്ചിട്ട് അങ്ങനെ ആണെന്നിരിക്കുമോ എനിക്ക് ചിരിച്ചിട്ട് വയ്യ. എന്നിട്ട് അവിടെ നിന്ന് ആ ചേട്ടൻ പറയും ചിരിക്കൊന്നും വേണ്ട, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാമെന്നൊക്കെ എന്നെ പറഞ്ഞങ്ങ് പേടിപ്പിച്ചു. പിന്നെ ഞാനങ്ങ് ചിരി നിർത്തി തന്നാലും എനിക്ക് ചിരി ആദ്യമായിട്ട് ഇവിടെ കരയുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കണ്ടോ എത്ര പേർക്കും ബ്ലഡ് വരുന്നില്ല. എന്നിട്ട് പിന്നെ അപ്പുറത്തെ കയ്യിലൊക്കെ കുത്തി. എന്നിട്ട് അവിടെ കിടന്ന് കീറുമായിരുന്നു. എൻ്റെ പൊന്നീ മെൻ കോമഡി ആയിരുന്നു. ഇവിടെ ആണ് ബ്ലഡ് എടുത്തിട്ട് കരയുമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ കാണുന്ന അയ്യേ ചേച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണെങ്കിൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. അതുകൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോകും. ഇപ്പം എന്താ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചുമ ഇതിൽ ബോഡി ഭയങ്കര ഷിവർ ചെയ്യുന്നുണ്ട് ചില സമയത്ത് രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്കും. ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ നോക്കി പറഞ്ഞു ഹീമോഗ്ലോബിൻ കുറവാണ്, അല്ലാണ്ട് ഇങ്ങനെ ബാക്കി കൗണ്ടൊക്കെ കുറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ നമ്മളൊക്കെ പറയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ്. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഡോക്ടറും അത് തന്നെ പറഞ്ഞു കൗണ്ടൊക്കെ നോർമലാണ്, പക്ഷേ ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പം ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ബാക്കിയെല്ലാം നോർമലായി, പക്ഷേ ക്ഷീണം ആയതുകൊണ്ട് ഹീമോഗ്ലോബിൻ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർ പറഞ്ഞു ഫിസിഷ്യനെ ചെന്ന് കാണാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് മരുന്നൊക്കെ മേടിക്കണം, അയൺ ഗുളിക വയ്ക്കുക. അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ കടയിൽ പോയി നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിനെ ടയർഡായി ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം അവളിനി ഹീമോഗ്ലോബിൻ തുടങ്ങിയതിൻ്റെ കണക്ക് പറയുന്നത് വെച്ച് നാരങ്ങ വെള്ളം മേടിച്ചു. പക്ഷെ നല്ല കയറി ചെന്ന കട നല്ല ആംബിയൻസ് ഉള്ള കടയായിരുന്നു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് നേരെ ഒരു സ്റ്റേഷനറി കട വരെ പോയി. എനിക്ക് കുറച്ച് എംബ്രോയ്ഡറി കൂടെ ചെയ്യാനുണ്ടായിരുന്നു.
ഞാൻ ചുമ്മാ സമയം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എംബ്രോയ്ഡറി ചെയ്യും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ നൂലൊക്കെ നോക്കുമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ബസ് നോക്കിക്കൂടെ നിൽക്കണം. ഓപ്പോസിറ്റ് ഒരു ബസ് വാങ്ങും. ഞാൻ ഫോണിങ്ങനെ പിടിക്കുന്നതായിട്ട് ഞാൻ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുക. ആക്ച്വലി ബസ് എല്ലാവരും നോക്കിയാൽ ഫോണിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അഭിനയ സിംഹമായ എന്നെ നിങ്ങൾ കണ്ടു. ആരും പേടിക്കണ്ട, ഞങ്ങൾ ബസ്സിൽ പോയപ്പം കാറ്റ് പറക്കുന്നതാണ്. ഞങ്ങൾ ഇതൊരു കോമഡി ആയിട്ട് എടുത്തങ്ങ് ഇട്ടൂന്ന് ഇവിടെ ഇടണ്ടെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എന്തിനാ ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കാറ്റ് പറക്കുന്ന ഇപ്പം എൻ്റെ പ്രശ്നമല്ലല്ലോ. അപ്പോഴത്തേക്കിനും ബസ് വന്നിറങ്ങി വീട്ടിലെത്താനായി നടക്കുവാണ്. മടുത്തു. ബസ്സിൽ വന്ന് ഇറങ്ങി മടുത്തു, തുന്നം പാടി. നല്ല വെയിറ്റുണ്ട് പറഞ്ഞ്. അതുമല്ല മഴക്കാലം ആണെന്ന് പോലും തോന്നിക്കുന്നില്ല, ഏതോ വേനൽക്കാലം പോലെ ഉണ്ട്. എൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും മഴക്കാലം അറിയിക്കാനൊരു മഴ. അങ്ങനെയല്ല, മഴയുണ്ട്, എന്നാലും വേനൽക്കാലം കാണുമ്പോൾ അല്ല, വെയിൽ കാണുമ്പോൾ ഒരിക്കലും വേനൽക്കാലം. ചൂട് പിടിച്ച് തലയ്ക്ക് ചൂട് തട്ടിയോണ്ടാ ഇങ്ങനത്തെ പ്രാന്തൊക്കെ വെച്ചത്. അതുകൊണ്ട് ഉച്ചപ്രാന്ത്. അതുകൊണ്ട് നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ചെന്നിട്ട് എഡിറ്റ് ചെയ്യലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഇനി എടുക്കണമെന്നൊക്കെ വിചാരിക്കും, കിടക്കാൻ വൈകിട്ട് എനിക്ക്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.